മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ചു കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ ധ്യാനിക്കും. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 9 and 10. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഗോഡ് ഫോർ ഓൾ മെൻ എന്ന ഗ്രന്ഥത്തിൽ റോബർട്ട് ലേഥോം ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. വിപ്ലവാത്മകമായ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലൂടെ ലോകത്ത് ശ്രദ്ധേയനായി മാറിയ കാറൽ മാർക്സിന്റെ മകളും ആത്മസ്നേഹിതയും തമ്മിലുള്ള സംഭാഷണമാണത്. ഞാൻ വളർന്നു വന്ന സാഹചര്യം ക്രിസ്തീയമായ ചിന്താഗതികൾക്ക് തീർത്തും വിരുദ്ധമായിരുന്നു. മാർക്സിന്റെ മകൾ പറയുന്നു, മതപരമായ കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയുന്നതിനോ ആരാധനകളിലോ പ്രാർത്ഥനകളിലോ പങ്കെടുക്കുന്നതിനോ എനിക്കൊരിക്കലും കഴിഞ്ഞില്ല. പക്ഷെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കേട്ടു. അതിലെ വാക്യങ്ങൾ എന്റെ കർണപുടങ്ങളിൽ അമൃതായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ആ പ്രാർത്ഥന ഭൂമിയിൽ സാക്ഷാത്കരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ പുത്രിയുടെ വാക്കുകൾ കേട്ട് സ്നേഹിതയുടെ മുഖം വിവരണമായി. അത്ഭുതത്തോടെ അവൾ ചോദിച്ചു, നീ എന്ത് പ്രാർത്ഥനയാണ് കേട്ടത്? മാർക്സിന്റെ മകൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന. അവൾ കണ്ണടച്ച് ഭക്തിയോടെ ആ പ്രാർത്ഥന ചൊല്ലി. അതെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ആദർശങ്ങൾക്കൊന്ന് പ്രചോദിതമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുടിയന്മാരും ജന്മികളും സഹോദരീ സഹോദരന്മാരാണെന്നും സഹോദരനെ സഹോദരനേക്കാൾ അടിമയാക്കാൻ കഴിയുകയില്ലെന്നും ജന്മിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.